199 രൂപ പെർ മീറ്ററിൽ വരുന്ന സെമി മൊഡാലിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പൂത്തിരാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും സെമി മൊഡാലിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകൾ കൊണ്ടുവന്നിരുന്നു. കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യണം, ഞാൻ കണ്ടിരുന്നു, അതൊന്ന് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ്, സെമി മൊഡാൽ. അതല്ലെങ്കിൽ ഈ മൊഡാലിൻ്റെയൊക്കെ റിപ്ലിക്ക എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള അജ്രക് ഡിസൈനിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അജ്രക് ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അജ്രക് എന്ന് പറയുമ്പോൾ ഒരു പാറ്റേൺ ആണ്. അത് ഇതിൽ വന്നിട്ടുള്ളത് ഒരു സ്ക്രീൻ പ്രിൻറ്റിലുള്ളതാണ് കേട്ടോ, ഡിജിറ്റൽ പ്രിൻറ്റിലുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 199 199 രൂപയാണ്. വിഡ്ത്ത് എപ്പോഴത്തെയും പോലെ തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറിനുള്ള ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ബേസ് കളർ പോയിട്ടുള്ളത് നേവി ബ്ലൂവിലാണ്. അജ്രക് ഡിസൈനാണ്. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു എപ്പോഴത്തെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഡിസൈനാണല്ലോ ഈ അജ്രക് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ നേവി ബ്ലൂവും അതുപോലെ ഒരു ഗ്രീൻ കളറിലുമുള്ള ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. മാത്രമല്ല ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നൊരു ഫാബ്രിക്കാണ്. ഇതിന് മുമ്പ് ചെയ്തപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്തിരുന്നു. ഇപ്രാവശ്യം വന്നിട്ടതും സെയിം ഫാബ്രിക് തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിത് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാം. കുറച്ചൊരു വണ്ണമുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ട് ബോഡി ആയിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നതും 199 199 രൂപയ്ക്കാണ്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ചോക്ലേറ്റ് കളറിൻ്റെ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പോയിട്ടുള്ളതും ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിൻ്റാണ് കേട്ടോ. ഒരു അജ്രക് ഡിസൈൻ തന്നെ, അജ്രക് പാറ്റേണിലുള്ളൊരു ഡിസൈൻ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പോൾ ഞാനിങ്ങനെ പിടിക്കുമ്പോൾ ഫോൾഡിങ് ഒന്ന് തെറ്റായതുകൊണ്ടാണ് ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെ തോന്നുന്നത്. കറക്റ്റ്ലി നമുക്ക് നേരെയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. 199 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. മൊഡാൽ സിൽക്കിൻ്റെ റിപ്ലിക്കയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പേസ്ലി പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ്. കുറച്ചും കൂടെ ഒരു ചോക്ലേറ്റിൻ്റെ തന്നെ കുറച്ചും കൂടെ ഒരു ഡാർക്കർ ടോൺ അല്ലെങ്കിൽ ലൈറ്റ് മെറൂൺ ഷെയ്ഡ് എന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. പേസ്ലി പ്രിൻ്റാണ്, ചെറിയ ചെറിയ പേസ്ലിയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ചിലരൊക്കെ ഇതിന് മാംഗോ പ്രിൻ്റ് എന്ന് പറയും. ആ ഒരു ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ബേസ് കളർ പോയിരിക്കുന്നത് ഒരു ലൈറ്റ് മെറൂണും അതിനകത്ത് റെഡ് കളറിലുള്ള ഡിസൈൻസാണ് പോയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ബ്ലാക്ക് കളറിലുള്ളതാണ്. ബ്ലാക്കിൽ തന്നെ അജ്രക് പ്രിൻറ്റിലുള്ളതാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ പോകുന്നത് ഈ ഒരു പാറ്റേണിലാണ്. 199 തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴും നമുക്കൊരു മൊഡാലിൻ്റെ ഫീൽ തന്നെയാണ് വരുന്നത്. അത്രയ്ക്കും കംഫർട്ട് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. 199 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസൈൻ കാണുന്നത് ലീഫ് പ്രിൻ്റാണ്. ഒരു ഡാർക്ക് പീക്കോക്ക് ഷെയ്ഡിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അതിനകത്ത് തന്നെ മെറൂണിഷ് ആയിട്ടുള്ള ലീവ്സ് ആണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് വ്യൂ കണ്ടു നോക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ആദ്യം കണ്ട ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു കളറിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ കളറാണ്. ഒരു മഡ് കളർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു കളറിലാണ് നെക്സ്റ്റ് വൺ കാണുന്നത്. ഇതും വന്നിരിക്കുന്നത് ഒരു ലീഫ് പ്രിൻറ്റിൽ തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്. 199 തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു നേവി ബ്ലൂ കളർ തന്നെയാണ്. അതിനകത്ത് ചില്ലി റെഡ് കളറിലുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ്. അജ്രക് പാറ്റേണിലുള്ളൊരു ഫ്ലോറൽസ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ അതിൻ്റെ ഡിസൈൻസ് ഒക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ 2-3 എണ്ണമൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ ഫോൾഡിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അത് റിവേഴ്സ് ആയിട്ട് തോന്നുന്നത്. ആക്ച്വലി നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിൽ, സെമി മൊഡാലിൽ അല്ലെങ്കിൽ മൊഡാലിൻ്റെ റിപ്ലിക്ക ആയിട്ടുള്ള ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 199 ആണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. നമുക്കിതെല്ലാം തന്നെ വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്.
നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല്ല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ട് ആകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ട് ആകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ട് ആയിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30-ക്ക് ഫസ്റ്റ് വീഡിയോ ഔട്ട് ആകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ട് ആകുന്നത്. ഷോപ്പ് വർക്കാകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട വിധമൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.